ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ അന്വേഷിക്കട്ടെ, അതിനെ പ്രതീക്ഷിക്കട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ചില മഹാന്മാരൊക്കെ പറഞ്ഞത് ലൈലത്തുൽ ഖദർ ഒരു ഫിക്സ്ഡ് ആക്കി നമുക്ക് പറയാൻ കഴിയൂല, മറിച്ച് ഓരോ വർഷവും മാറി മാറി വരും. ചിലപ്പോൾ 21-ാം രാവിനാവാം, ചിലപ്പോൾ അത് 23-ാം രാവിനാവാം, അങ്ങനെ മാറി മാറി ഓരോ വർഷവും വരാം എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. എന്നാൽ പ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ലൈലത്തുൽ ഖദർ 27-ന്റെ രാവിനാണ്. അതിന് അദ്ദേഹം ഒരു വിശദീകരണം തരുന്നത് സൂറത്തുൽ ഖദർ എന്ന് പറയുന്ന ആ സൂറത്തിൽ 3 തവണയാണ് ലൈലത്തുൽ ഖദറിനെ പറ്റി പ്രതിപാദിച്ചത്. അഥവാ ആദ്യത്തെ 3 ആയത്തുകളിലും ലൈലത്തുൽ ഖദർ എന്നുണ്ട്. അഥവാ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അവിടെ 1 വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, 2 ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, അവിടെ 3. ഇങ്ങനെ 3 തവണയാണ് സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞത്. ലൈലത്തുൽ ഖദറിലെ അക്ഷരങ്ങളുടെ എണ്ണം 9 ആണ്. അങ്ങനെ നോക്കുമ്പോൾ 9 ഗുണം 3 സമം 27 എന്ന് ലഭിക്കും. ആ അർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ 27-നാണ് എന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് തന്നെ 27-ാം രാവിന് പ്രത്യേകമായ മജ്‌ലിസുകളും ലൈലത്തുൽ ഖദറിന് പ്രത്യേകമായി നമ്മൾ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ലൈലത്തുൽ ഖദർ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രി ലൈലത്തുൽ ഖദർ ആണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ, ബോധ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ദുആ ചെയ്യേണ്ടത്? അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ ആണ് നിങ്ങൾ നടത്തേണ്ടത്. അത് നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നോളൂ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീയാണ് കൂടുതൽ മാപ്പ് ചെയ്യുന്നവൻ, നീ മാപ്പാണ്, മാപ്പ് ചെയ്യുന്നവനൊന്നുമല്ല, നീയാണ് മാപ്പ്. അതൊരു വലിയ പ്രയോഗമാണ്. അഥവാ ഏറ്റവും അങ്ങേയറ്റം മാപ്പ് ചെയ്യുന്നവനുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. തുഹിബ്ബുൽ അഫ്വ, ആ മാപ്പ് തരുന്നത് എങ്ങനെയാണ്? പ്രയാസപ്പെട്ട് മനസ്സില്ലാ മനസ്സോടെ തരുന്നതല്ല, മറിച്ച് നീ മാപ്പിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഒരടിമ തന്റെ യജമാനായ റബ്ബിനോട് മാപ്പ് ചോദിക്കുന്ന ആ ശബ്ദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാഹു തആലയ്ക്ക് തെറ്റ് ചെയ്യാത്ത അടിമകളെ മാത്രമല്ല ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ മലക്കുകളെ മാത്രം പഠിച്ചാൽ മതിയല്ലോ, അവരൊരു തെറ്റും ചെയ്യൂല. ആ മലക്കുകൾ ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുക തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ആ മനുഷ്യൻ തെറ്റ് ചെയ്യും, എന്നോട് മാപ്പ് ചോദിക്കും, ഞാൻ മാപ്പ് കൊടുക്കും. ആ നിലക്കുള്ള ഒരു സൃഷ്ടി കർമ്മമാണ് മനുഷ്യരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും മഅസൂമല്ല, തെറ്റുകൾ സംഭവിക്കും, അതൊരു തെറ്റല്ല, മറിച്ച് പാപമോചനം തേടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഫഅഫു അന്നി, അങ്ങനെ മാപ്പിനെ ഇഷ്ടപ്പെടുന്ന റബ്ബേ എനിക്ക് നീ മാപ്പ് തരണേ, എനിക്ക് മാപ്പ് തരാൻ നീ അല്ലാതെ വേറെ ആരുമില്ല, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തരണേ എന്ന വലിയ പ്രാർത്ഥനയാണ്. ഇതാണ് ലൈലത്തുൽ ഖദറിൽ നിങ്ങൾ നടത്തേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.